അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ വ്ളോഗാണ്. എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. കുറേ ദിവസമായിട്ട് ഞാൻ ചുമ്മാ അങ്ങനെ ഇരുന്ന് നേരം കളയുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി പണികൾ വീട്ടിൽ തന്നെ ചെയ്യാനുണ്ട്, അപ്പോൾ അത് ചെയ്യുകയും ചെയ്യാം, ഇന്നൊരു വ്ളോഗും അങ്ങനെ ആക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ സമ്മർ ക്ലോത്ത്സ് ഒക്കെ പുറത്തെടുക്കേണ്ട സമയമായി. സമ്മർ ക്ലോത്ത്സ് ഒക്കെ പുറത്ത് തന്നെ ഇരിക്കണേ, പക്ഷേ വിൻ്റർ ക്ലോത്ത്സ് എടുത്ത് അകത്ത് വെക്കണം. അപ്പോൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ഞാൻ താഴേന്ന് മേലെ വരെ കൊണ്ടുവച്ചിട്ടുണ്ട്, ആകെ വാരി വലിച്ചിട്ടിരിക്കുവാണ്. ഇനി ഇതൊക്കെ നമുക്ക് വാക്വം ബാഗിലാക്കിയിട്ട് പാക്ക് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി കേട്ടോ. എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ എനിക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്തോ നല്ല കാര്യം പോലെ എല്ലാതും എടുത്ത് പാക്ക് അങ്ങോട്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം നല്ല തണുപ്പായിരുന്നു. ഈ എല്ലാ ഫുൾ സ്ലീവ് ക്ലോത്ത്സ് ഒക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചില്ലേ. അപ്പം അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ചേട്ടൻ്റെ ഒരു 2 ഫുൾ സ്ലീവ് ഡ്രസ്സൊക്കെ പുറത്ത് വെച്ചായിരുന്നു. പിന്നെ ഞാൻ ഷോപ്പിലൊക്കെ പോകാൻ തണുത്തപ്പോൾ അതെടുത്തിട്ടിട്ടാണ് കേട്ടോ പോയത്. ജാക്കറ്റുകളൊക്കെ ഞാൻ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തത് സ്വെറ്റേഴ്സൊക്കെ എടുക്കാം. എനിക്ക് ഈ വീട്ടിലേക്ക് താമസം മാറി വരുന്ന വരെ ആ ഒരു സ്വെറ്റർ ടൈപ്പ് ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഫുൾ സ്ലീവ് ഇടുന്നേ ഉള്ളൂ. അങ്ങനെ എനിക്ക് അങ്ങനെ തണുപ്പ് അത്ര പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ ദൈവമേ ഭയങ്കര തണുപ്പാണ് കേട്ടോ വീട്ടിൽ, അപ്പാർട്ട്മെന്റ്സ് കമ്പയർ ചെയ്യുമ്പോഴേ. അപ്പം അങ്ങനെ പിന്നെ ആ ഒരു തണുപ്പ് അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ പുറത്ത് പോകുമ്പോഴും സ്വെറ്റർ വേണം, ആ ഒരു കംഫർട്ട് സോണിലായി പോയി ഞാൻ. ഇനി മടക്കി വെച്ചതൊക്കെ നമുക്ക് വാക്വം ബാഗിലാക്കിയിട്ട് പാക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സ്പേസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ മുമ്പ് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കോട്ടെ, നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ആമസോണിൽ നിന്ന് ഞാനത് സെറ്റായിട്ടാണ് ഓർഡർ ചെയ്തത്. പല സൈസിൻ്റെ 2 വീതം ഉണ്ടായിരുന്നു. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം, നാട്ടിലൊക്കെ ഉണ്ടല്ലോ. ആ കവറിലെ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുവരെ ക്ലോത്ത്സ് നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു സിപ്പർ വെച്ചിട്ട് കവർ ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ വാക്വം പമ്പ് കണക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ സൈക്കിളിലൊക്കെ എയർ അടിക്കില്ലേ, അതേപോലെ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ എയർ മുഴുവൻ ഇങ്ങനെ പുറത്തേക്ക് പോകും. അപ്പോൾ നല്ല ഇങ്ങനെ ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഫ്ലാറ്റായി കഴിയുമ്പോൾ നമ്മുടെ പരിപാടി അവസാനിപ്പിച്ച് ആ നോബ് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. വാക്വം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് റിമൂവ് ചെയ്തിട്ട് ക്യാപ്പ് ഇട്ട് വെക്കാം കേട്ടോ. കട്ടിയുള്ള ജാക്കറ്റുകളും സ്വെറ്റർ എത്ര ഉണ്ടെന്നറിയോ, അതൊക്കെ ഇങ്ങനെ ഇത്രയും ഫ്ലാറ്റായി. ഇതിപ്പോൾ ഒതുക്കി എടുത്ത് വെക്കാമല്ലോ. ഇനി ഇതേപോലെ കുറച്ചധികം ബാഗുകളുണ്ട്, ഞാൻ എല്ലാതും ഇതേപോലെ ഒതുക്കി വെക്കാം. ഫുൾ സ്ലീവ് ഡ്രസ്സുകളൊന്നും ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. ഞാൻ ഈ പൈജാമകളെല്ലാം കവറിലാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഡ്രസ്സുകൾ കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് ലാസ്റ്റ് വരാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഫുള്ള് കണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കൂലേ. ഒതുക്കലും പിടിക്കലും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. എന്തായാലും ഈ പണിക്ക് നിൽക്കുമല്ലേ, അപ്പോൾ ഫ്ലോറൊക്കെ ഒന്ന് വാക്വം ചെയ്ത് തുടച്ചിടുകയും കൂടി ചെയ്യാമെന്ന് വിചാരിക്കും. ഹൗസ് ടൂറിൻ്റെ വീഡിയോയിൽ ഞാൻ ഇതേപോലെ ബെഡ്ഷീറ്റിൻ്റെ ലിങ്കൊക്കെ ചോദിച്ചായിരുന്നു. കുറേ പേരൊക്കെ ഇങ്ങനെ പേജസൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. ഒക്കെ പഴയ വിരികൾ തന്നെ. ഒരു വിരി ഇങ്ങനെ വീട് മേടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വീട് മേടിച്ചാലോ എന്ന് ആലോചിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം എന്തായാലും ഇപ്രാവശ്യം ഇനി നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരണം എന്നാണ് വിചാരിക്കണത്. എനിക്ക് പോയി മേടിക്കാനാണ് തോന്നണത്. അല്ലെങ്കിൽ നാട്ടിൽ വെച്ചിട്ടാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മേടിച്ചാൽ ഇപ്പോൾ റിട്ടേൺ അയക്കി എന്താണെന്ന് വെച്ചാലൊക്കെ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കണം. മേലത്തെ ഫ്ലോറിൽ ഞങ്ങൾ ശരിക്കും ഉറങ്ങണ സമയത്ത് മാത്രമേ വരാറുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഡെയിലി ഒന്നും ഇവിടെ വാക്വൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ കാലൊക്കെ ഒട്ടി തുടങ്ങിയ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ വാക്വം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചും കൂടി ഇടണം. വീട് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു മറ്റേ റോബോട്ട് വാക്വം ക്ലീനർ മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് എന്തോ അതിനോട് എന്തോ ഒരു താല്പര്യം തോന്നിയില്ല. 2 ഫ്ലോർ ഉണ്ടല്ലോ, പിന്നെ മാറ്റി മേലെ കൊണ്ടുവയ്ക്കലും ഒക്കെ ഒരു മെനക്കെട്ട പണി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എളുപ്പമായിരിക്കും, പിന്നെ ഞാൻ മൊത്തത്തിലൊരു മടിച്ചാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചൊരു മോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് വാഷും ഈ ഭാഗത്ത് ഡ്രൈയും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നനയ്ക്കാം, എന്നിട്ട് വെള്ളം ഡ്രെയിനായിട്ട് വരും. വെള്ളം കളയാനാണെങ്കിൽ ഇവിടെ ആക്കിയിട്ട് എടുത്ത് ഡ്രൈ ആയി, എന്നിട്ട് മോപ്പ് ചെയ്യാം. നല്ല കോൾഡ് പിടിച്ചിരിക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കിതപ്പൊക്കെ വരുന്നത്. പണ്ടേ എൻ്റെ വീഡിയോസിൽ എല്ലാവരും പറയും അങ്ങനെ ഇങ്ങനെ ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടോയെന്ന്. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ആ ഒരു ഇഷ്യൂ വരുന്നുണ്ടെന്ന് തോന്നുന്നു വീഡിയോയിൽ. ഇതൊക്കെ ചെയ്യാൻ
അല്ലെങ്കിൽ ചെയ്യണത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര മടി കയറും കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ തുനിഞ്ഞ് ഇറങ്ങിയിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. പ്രായത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒടുക്കത്തെ മൂഡ് സ്വിങ്സ് ആണ്. അപ്പോൾ ഓരോ സമയത്തും ഓരോ തരമായിരിക്കും, ഓരോ ഹാലുകളായിരിക്കും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ചില ദിവസം ഞാൻ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നും. പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇരുന്ന് കാണും. അപ്പോൾ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ഇങ്ങനെ നല്ലതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻസ്പയർഡ് ആവണ കൂട്ടത്തിലാണ് ഞാൻ. ചിലപ്പോൾ ഇങ്ങനെ നല്ല വീഡിയോ കണ്ട് നല്ല പോസിറ്റീവ് വൈബ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ പോയിട്ട് കുറച്ച് ചടപടിയുന്ന പണികളൊക്കെ എടുക്കും കേട്ടോ. അപ്പം അങ്ങനെയും ഉണ്ട്. ചില ദിവസം ചുമ്മാ അങ്ങനെ മൊബൈൽ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ ഇരുന്ന് നേരം കളയുന്ന ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ ഹാലുകളാണ്. അപ്പോൾ അങ്ങനെ മൂഡ് സ്വിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചായിരുന്നു, നാട്ടിൽ പോകുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തോളൂന്ന്. ഇവിടെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബെറ്റർ ഞാൻ നാട്ടിൽ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന്. ഈശ്വരനെ വിളിച്ചത് വേറൊന്നും കണ്ടല്ല, വലിയൊരു ട്രൈപോഡും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് എടുത്തിരുന്നത്. ആ ട്രൈപോഡ് കെട്ടി മറിഞ്ഞ് ഈ ചെടിയുടെ മേലെ കൂടെ വീണു. കുറേ നാളായിട്ട് ഈ ചെടി മേലെ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതെടുത്തിട്ട് ഒരു ഭംഗിക്ക് താഴെ കൊണ്ടുവച്ചതാണ്. അതിൽ പിന്നെ ആ ചെടിക്ക് എന്നും ഓരോ അപകടങ്ങളാണ്. പിള്ളേർ ബോൾ കളിച്ചിട്ട് ബോളേറ് കൊണ്ടിട്ടും ഇപ്പം എൻ്റെ വക ട്രൈപോഡ് വീണിട്ടൊക്കെ. അപ്പം ഞാനത് ഇവിടെ വെച്ചാൽ ഇനി ശരിയാവില്ല, ചേട്ടൻ്റെ എനിക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പം ഞാനത് മേലെ കൊണ്ട് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ താഴെ ഒരു സൈഡ് ടേബിളും കൂടി ഉണ്ടായി. അതവിടെ വലിയ ആവശ്യമൊന്നും വരാറില്ല. അപ്പം അതിനെ ഒന്നും കൊണ്ട് മേലിൽ വെച്ച് നോക്കി, അതിൻ്റെ പുറത്ത് ചെടി എടുത്ത് വെച്ച് നോക്കി. പക്ഷെ അതൊരു വൃത്തിയില്ല. പിന്നെ ഞാൻ ChatGPT ചോദിച്ചു, ഇതിങ്ങനെ റൂമിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണോ എന്നൊക്കെ. അപ്പം പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും അതിനെ വേറൊരു സ്ഥലത്ത് വെച്ചു കേട്ടോ. പിന്നെ ആ ചെടി ഉണ്ടായിരുന്ന സ്പേസിലേക്ക് ഞാനിവിടെ ഒരു സ്ക്വയർ പീസ് ഇതും കൂടി ഉണ്ടായിരുന്നു. അപ്പം അത് എടുത്ത് വെച്ച് നോക്കി. അത് വൈകാതെ ജിക്കു തിരിച്ച് മറ്റേ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവന്നു കേട്ടോ. അത് വേറെ കാര്യം. എന്നാലും ഇപ്പോൾ കുറച്ച് സ്പേസ് ആയ പോലെ തോന്നുന്നുണ്ട് അങ്ങനെ ഇടുമ്പോൾ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെ ഒതുക്കി ഇടാലോ എന്ന് വിചാരിച്ചു. ഇനി താഴെയും കൂടി തുടയ്ക്കാനുള്ളൊരാവത് എനിക്കില്ല. താഴെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാക്യൂം ചെയ്യണോണ്ട് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ കാർപ്പറ്റ് ഒന്ന് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കണം. പിന്നെ ഈ വൈറ്റ് ഷെയ്ഡ് മേടിച്ചത് ഒരു പണിയാണോ എന്ന് നല്ല ഡൗട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ ഡൈനിങ് ടേബിളും കിച്ചണും കൂടി ഒതുക്കാനുള്ളൂ. അപ്പം അതും കൂടി ഒതുക്കി കഴിഞ്ഞാൽ ഒരുവിധം വീട് ഒതുങ്ങി എന്ന് തന്നെ പറയാം. 12 മണിയായപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീർത്തിട്ടേ ഞാൻ ജോലിക്ക് കയറിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു 4 മണിയായപ്പോൾ ഞാൻ കിച്ചുക്കുട്ടനെ വിളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ കിച്ചുക്കുട്ടൻ വന്നു. ബാഗിൽ നിന്ന് കാര്യമായിട്ട് എന്തോ എടുക്കുന്നുണ്ട്. എന്നും മദേഴ്സ് ഡേ ഉള്ളൊരു സ്കൂളാണല്ലോ. താങ്ക് യു. 4:05 ആകുമ്പോഴേക്കും കിച്ചുകൂട്ടനും വരും. അതിന് പിന്നാലെ 4:10 ആകുമ്പോഴേക്കും ജിക്കുവും വരും കേട്ടോ. അപ്പൊ കിച്ചുകൂട്ടനെ അകത്തൊന്ന് സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ വേഗം ഒന്ന് ചെടിക്ക് നനയ്ക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ ചെടികൾക്കൊക്കെ ഇപ്പൊ എന്നും നനച്ചു കൊടുക്കണം, തണുപ്പൊക്കെ മാറിയാലോ. അതിന് മുമ്പാണെങ്കിൽ നല്ല സുഖമായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയും പെയ്യുണ്ടായിരുന്നു. അങ്ങനെ അധികം നനയ്ക്കേണ്ടി ഒന്നും വരാറില്ല. ചെടി മേടിക്കാൻ പോണ വീഡിയോസൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇട്ടായിരുന്നു, സ്ഥിരം ഇടാറുണ്ട്. ഇപ്പം എനിക്ക് ചെടിയൊക്കെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നടുന്നുണ്ട്. എന്താവും അറിയില്ല. നല്ല രീതിയിലായാൽ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. വീട് വാങ്ങിയെന്ന് വെച്ചിട്ട് ഒത്തിരി സ്ഥലമൊന്നും ഇല്ല കേട്ടോ. ഹൗസ് ടൂർ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു വീതി കുറഞ്ഞൊരു വഴി, അത് കഴിഞ്ഞാൽ അങ്ങനെ വീട്ടിലേക്ക് എത്തുവാണ്. പിന്നെ വീടിൻ്റെ ചുറ്റുമായാലും അങ്ങനെ നമുക്ക് ചെടി നടാനുള്ള സൗകര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചെടിച്ചട്ടിയിലൊക്കെ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആകെയുള്ളൊരു ഭാഗ്യം എന്ന് വെച്ചാൽ മേലൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. അപ്പം അവിടെ വേണമെങ്കിൽ ചെടികളൊക്കെ നടാം. അപ്പം അതൊരു ഭാഗ്യമായി. മക്കൾ വന്നു കഴിയുമ്പോഴേ ഞാൻ ജോലിയുടെ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് കേട്ടോ ഈ വക പണികൾക്കൊക്കെ നിൽക്കണത്. അല്ലാണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും കൂടി നടക്കില്ല. പിന്നെ കുറച്ച് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഓക്കെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പുറത്തെ പണികൾ കഴിഞ്ഞ് അകത്തേക്ക് കയറി. ഇനി മക്കൾക്ക് കഴിക്കാനൊക്കെ എന്തെങ്കിലും കൊടുക്കണം. അതിന് മുമ്പ് ഏറ്റവും മേലയിലേക്ക് പോയിട്ട് ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ചെടിച്ചട്ടിയിൽ കുറച്ച് വിത്തൊക്കെ പാവിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലൊരു വാഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ സ്നോഫാളിൽ ഇങ്ങനെ സ്നോ വന്ന് വീണ് കിടന്നിട്ട് അതങ്ങോട്ട് ഉണങ്ങിപ്പോയി. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് വേറെ ഒന്ന് കിളിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് വെട്ടി വൃത്തിയാക്കണമെങ്കിൽ എനിക്ക് ചേട്ടൻ്റെ ഹെൽപ്പ് വേണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ വേപ്പ് ഇപ്പോൾ ഒരു ചട്ടി മേടിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇങ്ങനെ റീപ്പോർട്ട് ചെയ്യണം. അപ്പം അങ്ങനത്തെ പണികളൊക്കെ ഇനി പെൻഡിങ് കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ നല്ല രീതിയിൽ ചെടിയൊക്കെ നടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ കാലത്ത് നമ്മൾ വാഷ് ചെയ്തിട്ട് നമ്മുടെ ബെഡ്ഷീറ്റ് ഞാൻ ഇപ്രാവശ്യം ഡ്രയർ യൂസ് ചെയ്തില്ല. അപ്പോൾ പുറത്ത് ഇവിടെ കൊണ്ടിടുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മടക്കി ഒന്ന് എടുക്കാനുണ്ട്.
ജിക്കൂട്ടൻ അധികം ദിവസം സ്കൂൾ വിട്ട് വന്നാൽ ചിലപ്പോൾ തനിയെ കോൺഫ്ലേക്സ് അല്ല സെറിയൽസ് ഒക്കെ എടുത്ത് കഴിക്കും കേട്ടോ. അവൻ തന്നെ പാലെടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കി അവൻ തന്നെ സെറ്റാക്കി കഴിക്കും. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ കിച്ചുവിന് അതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ കിച്ചുവിന് അതേ മയിലും ഉണ്ട്. അപ്പോൾ അതൊന്ന് ഇതാക്കി കൊടുക്കുവാണ്. അത് കുടിക്കാനൊന്നും പോകണില്ല. അവനങ്ങനെയാണ് കേട്ടോ. അവന് വലിയ വിശപ്പും ദാഹമൊന്നും ഇല്ല. കൊടുത്താലും കഴിപ്പിക്കാനൊക്കെ ഇത്തിരി പാടാണ്. ഞാൻ പിന്നെ വല്ലാണ്ട് പുഷൊന്നും ചെയ്യൂല കേട്ടോ. കൊടുക്കും, കഴിക്കുകയാണെങ്കിൽ കഴിക്കും, അത്രേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആദ്യം നല്ല വിശപ്പായിട്ട് വരും. അപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻസിൽ പറഞ്ഞോളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്